ഇന്നെന്താ പരിപാടി? നമ്മൾ മഴക്കാല സ്പെഷ്യൽ നല്ലൊരു പടുകൂട്ടം ഉണ്ടാക്കണം. നമ്മൾ കുമ്പളങ്ങ വരയ്ക്കുകയാണ്. അടിപൊളി കുമ്പളങ്ങ. അപ്പം നമ്മൾ അതിക്ക് ആവശ്യമായ നാടൻ ചെറിയ ചേമ്പ് വരയ്ക്കുകയാണ്. ഈ ടൈം ആയതുകൊണ്ട് വിളവ് കുറച്ച് കമ്മിയാണ്, എന്നാലും കുറച്ചൊക്കെ കിട്ടും. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് നാടൻ കറിവേപ്പില. അപ്പം അതിനു വേണ്ടി നമ്മൾ ഒരു പാൽച്ചേമ്പിൻ്റെ തണ്ട് വെട്ടിയെടുത്തിക്കണേ. അപ്പം അതിനു വേണ്ടി നമ്മൾ പപ്പായ വറുക്കുകയാണ്. കാന്താരി മുളക് വരച്ചാണ്. അപ്പം നാടൻ പടുകൂട്ടാൻക്കുള്ള ഇൻഗ്രീഡിയൻസ്: പാൽച്ചേമ്പിൻ്റെ തണ്ട്, കറിവേപ്പില, ചെറിയേമ്പ്, പപ്പായ, കുമ്പളങ്ങ ആൻഡ് കാന്താരി. അപ്പോൾ നമ്മുടെ പടുകൂട്ടാൻക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. നമ്മുടെ പടുകൂട്ടാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മൺകലത്തിൽ ഇനി ഇത് സെറ്റ് ചെയ്യണം. ആദ്യം ഇട്ട് കൊടുക്കുന്നത് പാൽച്ചേമ്പിൻ്റെ തണ്ടാണ്. കുറച്ച് ചെറിയേമ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് പപ്പായ, ലാസ്റ്റ് നമ്മൾ കുമ്പളങ്ങ ഇട്ട് കൊടുക്കുകയാണ്. കാന്താരി ചതച്ചത് കുറച്ചിട്ട് കൊടുക്കുക. മുളക് പൊടിയൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല, ഇതിലേക്ക് വെറും നാടൻ കാന്താരി മാത്രം. ഇനി ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ. ആവശ്യത്തിന് വെള്ളം. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂട്ടാൻ പാകമാകുമ്പോൾ 2 വാളൻപുളി ഇവിടെ നീര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പടുകൂട്ടാൻ ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വാളൻപുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കടുക് വറുക്കുകയാണ്. കടുക് വറവൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ ടേസ്റ്റി പടുകൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പടുകൂട്ടാൻ ടെസ്റ്റിംഗ് ആണ്. ടേസ്റ്റി കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പച്ചയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇറുക്കിളിൽ കുത്തിയിട്ടാണ് ചേമ്പ് കുത്തി കഴിച്ചിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് അടിച്ചപ്പോൾ ഇപ്പോഴും അങ്ങനെ കഴിക്കുകയാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അത്തമ്മേ? എങ്ങനെയുണ്ട് ചുട്ടിയെ? സെറ്റല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. സ്വന്തം ഉണ്ടാക്കിയ സ്വന്തം അഭിപ്രായം പറയാം. ടേസ്റ്റല്ലേ? ഞാൻ ഉണ്ടാക്കിയ എങ്ങനെ ടേസ്റ്റ് ഇല്ലാതെ ഓക്കെ.